ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാരമൽ മിൽക്ക് പുഡിംഗ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതിനായിട്ടൊരു ട്രേ വെച്ചു. ട്രേനകത്ത് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ടതിന് ശേഷം ഒന്ന് ബേൺ ചെയ്ത് ആ കളർ ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കും. നല്ല ബ്രൗണിഷ് കളറായ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് അതിനൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിനകത്തോട്ട് നമ്മൾ ഒരു മുട്ട, ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുക്കുന്നത്, അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻ്റെ മോളാണ് കാശിക്കുട്ടൻ. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതിലോട്ട് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. അതൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, അതും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡറാണ്, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തീരെ ഈ പൊടി കട്ടകളൊന്നുമില്ലാതെ മാക്സിമം അത് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കാം. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫുള്ളി അതിൽ മിക്സ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കപ്പ് പാല്, ഒരു ഫുൾ കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഈ നമ്മളെ ബാറ്ററിന് വേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ല ടൈറ്റും അല്ല എന്ന് വെച്ച് ലൂസും അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അടുത്തതായിട്ട് നമ്മൾ കാരമലൈസേഷൻ ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വയ്ക്കാൻ പോകുന്നത് ഒരു ഇഡ്ഡലി ചെമ്പിലാണ്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. വെച്ചു ഒരു 20 to 25 മിനിറ്റ്സ് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു 15 മിനിറ്റ്സ് അതൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, നമ്മളെ പുഡിംഗ് റെഡി.